ഞെട്ടിക്കലും കത്തിക്കലുമൊക്കെയായി ലാലിഗയും പ്രീമിയർ ലീഗും എല്ലാം ഒരറ്റത്ത് തുടങ്ങിയിരിക്കുന്നു. മത്സരാവേശം അതിവേഗം ആരാധകർ ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ സോഷ്യൽ മീഡിയ ഫാൻ ഫൈറ്റുകൾ യുദ്ധസമാന അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കളിയാവേശത്തിനൊപ്പം ആരാധകർക്ക് സമാനമായ രീതിയിൽ അഡ്രിനാലിൻ റഷ് തരുന്ന മറ്റൊന്നുകൂടി പുരോഗമിക്കുന്നുണ്ട്. യെസ്, ട്രാൻസ്ഫർ വിൻഡോ. ഒരു മത്സരത്തിൻ്റെ 90 മിനിറ്റിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാത്തരം വികാരങ്ങളും ആരാധകർക്ക് സമ്മാനിക്കുന്ന അതിസങ്കീർണമായൊരു വേദി. ഹൈജാക്കുകളും സർപ്രൈസ് ഡീലുകളും ഫെയിൽഡ് ഡീലുകളുമൊക്കെയായി ആരാധകരെ പീക്ക് എന്റർടൈൻമെന്റ് മോഡിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും പുതിയ വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കഴിഞ്ഞ മിഡ് സീസൺ മുതൽ ഇങ്ങോട്ട് നാളെ ഇന്ന് വരെ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു കേൾക്കുന്ന പേരാണ് എൻസോ ഫെർണാണ്ടസിൻ്റെത്. ചെൽസി വിട്ട് മറ്റൊരിടം തേടുന്ന താരം ആദ്യം റയലിനോടുള്ള ഇഷ്ടം പറഞ്ഞു നോക്കിയെങ്കിലും ക്ലബ്ബ് താല്പര്യം കാണിച്ചില്ല. പിന്നീട് അത് പ്രിയ ഗുരു എൻസോ മാരസ്കയുടെ മാഞ്ചസ്റ്റർ സിറ്റിയായി. എന്നാൽ ചെൽസി വെച്ച ഡെഡ്ലൈനിൽ പറഞ്ഞ തുകക്ക് കരാറിലെത്താൻ സിറ്റിക്ക് സാധിച്ചില്ല. ഇതോടെ മനസ്സില്ലാ മനസ്സോടെ പുതിയ സീസൺ കളിക്കാനിറങ്ങിയ എൻസോയെ തേടി കഴിഞ്ഞ ദിവസം ആ ശുഭവാർത്തയെത്തി. ചെൽസിക്ക് മുന്നിൽ സിറ്റി പുതിയൊരു ഓഫർ കൂടി വെക്കാൻ പോകുന്നു. റോഡ്രി, ബെർണാഡോ സിൽവ, നിക്കോ ഗോൺസാലസ്, റെയിൻഡേഴ്സ് എന്നിങ്ങനെ പെപ് സിസ്റ്റത്തിലെ മിഡ്ഫീൽഡർമാർ ഒന്നൊന്നായി പുറത്തേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോളിലെ പരിചയസമ്പന്നരെ കൊണ്ടുവന്ന് അതിന് പരിഹാരം കാണാനാണ് മരസ്കയുടെ പ്ലാൻ. 100 മില്യൺ മുകളിൽ വാരിയെറിഞ്ഞ് എലിയോട്ട് ആൻഡേഴ്സനെ വിൻഡോയുടെ തുടക്കത്തിലെ റാഞ്ചിയത് അതിൻ്റെ സാമ്പിൾ എന്നോണമായിരുന്നു. ഈ ഇക്വേഷനിലെ അവരുടെ അടുത്ത ടാർഗറ്റ് എൻസോയാണ്. മരസ്കയുടെ സിസ്റ്റത്തിന് ഒത്ത കളിക്കാരനാണെന്നത് തന്നെയാണ് ഇപ്പോഴും എൻസോയെ പ്രൈമറി കാൻഡിഡേറ്റാക്കി നിലനിർത്തുന്നത്. നിലവിൽ ടീം നടത്തുന്ന സെയിലുകൾ വഴി സ്വരൂപിച്ച തുക ഉപയോഗപ്പെടുത്തി ചെൽസിക്ക് തള്ളിക്കളയാനാവാത്തൊരു ഓഫർ നൽകാനാണ് സിറ്റിയുടെ പ്ലാൻ. പുതിയ ഓഫറുകൾ കേൾക്കാൻ തങ്ങൾ ഒരുക്കമാണെന്ന അർദ്ധസൂചന സീസണിലെ ആദ്യ മത്സരത്തിൽ സാബിയും നടത്തിയിരുന്നു. എൻസോയെ പുറത്തിരുത്തി റോമിയോ ലാവിയ, റീസ് ജെയിംസ് സഖ്യത്തെയാണ് ഫുൾഹാമിനെതിരായ മത്സരത്തിൽ സാബി ഇറക്കിയത്. വരും ദിവസങ്ങളിൽ എന്ത് വേണമെങ്കിലും നടക്കാമെന്ന സൂചനയും സാബി മത്സരശേഷം നൽകിയിരുന്നു. സാവിനോയെ ടോട്ടൻഹാമിലേക്ക് പറഞ്ഞയച്ച സിറ്റി അതിന് പിന്നാലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ താരവുമായി കരാറിലെത്തിയിട്ടുണ്ട്. പാൽമിറാസിന്റെ 22-കാരൻ വിങ്ങർ അലൻ നാഡ്രഡ് ഏലിയാസാണ് 40 മില്യൺ യൂറോക്ക് എത്തിഹാദിലേക്ക് പറക്കാനൊരുങ്ങുന്നത്. ഒമർ മർമോഷ് ടീം വിടുന്ന സാഹചര്യത്തിൽ മറ്റൊരു അറ്റാക്കിംഗ് ഓപ്ഷൻ കൂടി സിറ്റി തേടുന്നുണ്ട്. ലിവർപൂളിന്റെ ഡച്ച് വിങ്ങർ കോഡി ഗാക്പോ ഒരു ചോയ്സായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ടോട്ടൻഹാമും താരത്തിനായി രംഗത്തിറങ്ങുന്നതോടെ കാര്യങ്ങൾ എളുപ്പമായില്ല. മമോഡു സാറിനെ റയൽ സോസിഡാഡിലേക്കും ലിയാം ഡെലാപ്പിനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്കും പറഞ്ഞയച്ച ചെൽസി ട്രാൻസ്ഫർ വിൻഡോയിൽ ചില നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങുന്നുണ്ട്. ആദ്യ മത്സരത്തിലെ മോശം ഫോമിന്റെ പേരിൽ പഴികൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന റോബർട്ടോ സാഞ്ചസിന്റെ ബാക്കപ്പായി ഒരു ഗോൾ കീപ്പറെ ചെൽസി തിരയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒരു പുതുയുഗത്തിന് ശുഭകരമായ തുടക്കം പ്രതീക്ഷിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ഹൾ സിറ്റി നൽകിയ ഷോക്കിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. കഴിഞ്ഞ സീസണിലെ രണ്ടാം പകുതിയിൽ കാണിച്ച മാജിക് കൊണ്ടൊന്നും ഈ സീസൺ മുഴുമിപ്പിക്കാനാവില്ലെന്ന സൂചന ഇതിനോടകം തന്നെ കാരിക്കിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റണിൽ നിന്നും കാർലോസ് ബലബയെ 65 മില്യൺ പൗണ്ട് ചിലവിട്ട് ഓൾഡ് ട്രാഫോർഡിൽ എത്തിച്ചു. യൂറി ടെലമെൻസ്, ആന്ദ്രെ സാന്റോസ് എന്നിവർ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും ആരാധകർക്ക് പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല. രണ്ടിലൊരാൾക്ക് പകരം ബലേബ ആദ്യ 11ലേക്ക് എത്തുമ്പോൾ ടീമിന്റെ മിഡ്ഫീൽഡിലെ ബാലൻസ് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് അവർ കരുതുന്നത്. ലോകകപ്പിനിടെ പരിക്കേറ്റ ഉറുഗ്വൻ താരം മാനുവൽ ഉഗാർട്ടയ്ക്ക് പകരം റയലിന്റെ എഡ്വാർഡോ കമവിംഗയെ യുണൈറ്റഡ് ലക്ഷ്യം വെക്കുന്നതായി വാർത്തയുണ്ട്. എന്നാൽ ഇരു ടീമും തമ്മിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. മിഡ്ഫീൽഡിലേക്ക് മികച്ച ഓപ്ഷൻ തീരുന്ന റയൽ അതിനൊരു പരിഹാരം കാണാതെ കയ്യിലുള്ള ഒരു താരത്തെ വിട്ടുകളയാൻ ഒരുക്കമാവില്ല. ബാഴ്സ ഹൂലിയൻ അൽവാരസ് സാഗയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന ആർസനൽ ഒരവസരം തുറന്നു കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഓഫറുകൾക്ക് ചെവി കൊടുക്കാൻ അത്ലറ്റിക്കോ സമ്മതം മൂളിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു തുക നൽകി അർജന്റീൻ താരത്തെ ടീമിലെത്തിക്കാനാണ് അവരുടെ നീക്കം. ട്രൊസാർഡ് തുർക്കിയിലേക്ക് പോയതും മാർട്ടിനെല്ലി അൽഹിലാൽ വിടാതെ പിന്തുടരുന്നതുമൊക്കെ ആഴ്സണലിന് ഒരു മികച്ച അറ്റാക്കറെ തരുവാൻ കാരണമായി. യുവന്റസിന്റെ കെനാൻ എൽഡിസ് അടക്കമുള്ള പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അൽവാരസിനെ കിട്ടിയാൽ റാഞ്ചാൻ തന്നെയാണ് ആർട്ടേറ്റയുടെ പ്ലാൻ. ഇനി ലാലിഗയിലേക്ക് പോയാൽ ടോണി ക്രൂസ് പ്രൊഫൈൽ പ്ലെയറെ തേടിയുള്ള റയലിന്റെ ഓട്ടം 3ാം സീസണിലേക്ക് കടക്കുകയാണ്. ആദം വാർട്ടൻ, റോഡ്രി, ആഞ്ചലോ സില്ലർ എന്നിങ്ങനെ വിവിധ ലീഗുകളിലെ പല പേരുകൾ കേട്ട് തഴമ്പിച്ച മാഡ്രിസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റൊരു പേരാണ് കേൾക്കുന്നത്, മാർട്ടിൻ സുബിമെൻഡി. ആർസനലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ താരത്തിന് പൊന്നുവില നൽകാൻ റയൽ ഒരുക്കമാണ്. എന്നാൽ പ്രീമിയർ ലീഗ് പോലൊരു രണാങ്കണത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ സുബിമെൻഡിയെ പോലൊരു താരം ബാക്കപ്പായെങ്കിലും ഉണ്ടാവുന്നത് ഏതൊരു ടീമിനും ഒരു ധൈര്യമാണ്. അത് കൃത്യമായി അറിയാവുന്ന ആർട്ടേറ്റ എന്ത് തീരുമാനമെടുക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. റേസിംഗ് സെന്റാൻഡറിൽ നിന്ന് 19-കാരൻ സെർജിയോ മാർട്ടിനസിനെ റയൽ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ജൂനിയർ ടീമായ റയൽ മാഡ്രിഡ് കാസ്റ്റിയോയുടെ ഭാഗമായി സൈൻ ചെയ്ത് സീനിയർ ടീമിൽ കളിപ്പിക്കാനാണ് റയലിന്റെ നീക്കം. സീസണിലെ ആദ്യ മത്സരത്തിൽ VRLനെതിരെ താരം ഒരു ഗോൾ നേടി വരവറിയിച്ചിരുന്നു. ഒന്നുകിൽ ഹൂലിയൻ അൽവാരസ്, അതല്ലെങ്കിൽ ലൗതാരോ മാർട്ടിനസ്, രണ്ടുമല്ലെങ്കിൽ കയ്യിലെ വജ്രായുധം ഹംസ അബ്ദുൽ കരീം. നമ്പർ 9 റോളിൽ ഓപ്ഷൻ A, B, C എന്നിങ്ങനെ പ്ലാനുകൾ ഡെക്കോയുടെ കയ്യിൽ ഭദ്രമാണ്. 10 ആണ്ടിലേറെ കാലം ശാപമായി തുടരുന്ന യൂറോപ്യൻ ട്രോഫി ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്ലിക്കിനും സംഘത്തിനും ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ അത് നേടിയെടുക്കുക എന്നത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ഏതു വിധേനയും ഡെക്കോ ഒരാളെ എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മേൽപ്പറഞ്ഞ പേരുകൾക്കപ്പുറം ഡെക്കോയുടെ സർപ്രൈസ് പ്ലാൻ D എന്തെങ്കിലും ഉണ്ടാവുമെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. കാരണം അങ്ങനെ വന്നൊരു നീക്കമാണ് ഡൊമിനിക് ലിവാക്കോവിച്ചിൻ്റെത്. അടുത്ത സീസണിലുള്ള ബാക്കപ്പിനെ ഈ വർഷം തന്നെ വാങ്ങി വെച്ചൊരു നീക്കം.
താരം മെഡിക്കൽ ടെസ്റ്റിനായി കഴിഞ്ഞ ദിവസം ബാർസലോണയിലെത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അലജാൻഡ്രോ ബാൾഡെ, മാർക്ക് കസാഡോ, ഹെക്ടർ ഫോർട്ട്, ലാമാസിയയിൽ കളി പഠിച്ച ഈ മൂവർ സംഘത്തെ വിറ്റ് കാശാക്കാനും ബാഴ്സ ഈ വിൻഡോയിൽ ശ്രമം നടത്തുന്നുണ്ട്. ഈ ഡീലിൽ കിട്ടുന്ന ഓരോ തൊട്ടും ലാഭമാണെന്നിരിക്കെ അത് ഉപയോഗിച്ച് ഒരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കാനാണ് ലെപ്പോർട്ടയുടെ പദ്ധതികൾ. സെൻട്രൽ ഡിഫൻഡർ റോളിലേക്ക് RB ലിപ്സിക്കിന്റെ കാസ്റ്റലോ ലുക്കബയെ ബാർസ പരിഗണിക്കുന്നുണ്ട്. നേരത്തെ റയലിന്റെ റഡാറിലുണ്ടായിരുന്ന 23-കാരനെ ടീമിലെത്തിക്കുന്നത് വഴി ഒരു സോളിഡ് ലോങ് ടേം സെന്റർ ബാക്ക് പെയറിംഗ് സെറ്റ് ചെയ്യാനാണ് കറ്റാലന്മാരുടെ നീക്കം. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു ബോട്ട് പോലെയാണ് ടീമുകൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കളിക്കാരെ തേടി ഇറങ്ങുന്നത്. സകല സജ്ജീകരണങ്ങളുമായി വലിയ പ്രതീക്ഷയോടെ പോകുന്നവരിൽ ചിലർക്ക് ചാകര പോലെ കൊയ്ത്തുണ്ടാകും. മറ്റു ചിലർ അശാന്തമായ കടലിൽ എങ്ങുമെത്താതെ മടങ്ങിപ്പോരും. മറ്റു ചിലർ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിലമില്ലാ കയത്തിൽ മുങ്ങിത്തായും. ഒരാഴ്ച ദൂരമുണ്ട് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ. കൊമ്പൻ സ്രാവുകളെ തേടിയിറങ്ങിയ ടീമുകളിൽ ആർക്കൊക്കെ അതിനെ കിട്ടും? കയ്യും വീശി മടങ്ങേണ്ടി വരുന്നവർ ആരൊക്കെയാവും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ.